ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈമാക്സ് ടെക്നോളജിയെ കുറിച്ചിട്ടാണ്. വൈമാക്സ് വിച്ച് സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് ഇന്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. WiMAX is a wireless broadband communication technology or a standard based upon IEEE 802.16. WiMAX എന്ന് പറയുന്നത് മച്ച് ഹൈ വേർഷൻ ഓഫ് വൈഫൈ ആണ്. വൈഫൈ യൂസ് ചെയ്യുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. വേറാസ് WiMAX യൂസ് ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആപ്ലിക്കേഷന് വേണ്ടിയാണ്. വൈമാക്സിൻ്റെ വൈഫൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു 100 മീറ്റേഴ്സ് ആണ്. വൈമാക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ആണ്. വൈഫൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്. വൈമാക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് WiMAX ഈസ് എ മച്ച് എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് വൈഫൈ. ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഇൻ WiMAX ഈസ് അപ് ടു 70 MB per second. It is designed for point-to-point and point-to-multipoint topologies, but it is mainly deployed for point-to-multipoint topologies. WiMAX യൂസ് ചെയ്യുന്നത് നോൺ ലൈൻ ഓഫ് സൈറ്റ് ആണ്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് സപ്പോസ് നമുക്കൊരു ബേസ് സ്റ്റേഷനും മൊബൈൽ സ്റ്റേഷനും ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു, അതായത് ഒരു മരമോ ഒരു ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ആ സമയം അതിൻ്റെ ഇടയ്ക്കുള്ള സിഗ്നൽ വീക്കാവും. പക്ഷേ നോൺ LOC എന്ന് പറയുമ്പം ഇങ്ങനെ എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും ഇടയ്ക്കുള്ള അതിൻ്റെ സിഗ്നൽ വീക്കാവുന്നില്ല, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നില്ല. സോ WiMAX യൂസ് ചെയ്യുന്നത് നോൺ ലൈൻ ഓഫ് സൈറ്റ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ലെയർ ആണ്. WiMAX is a broadband wireless access system. Hence, data are transmitted at high speed on the air interface through electromagnetic waves in the operating frequency. The physical layer establishes the physical connection between both sides, often in two directions, uplink and downlink. The WiMAX physical layer is based on orthogonal frequency division multiplexing. The use of OFDM increases data capacity and consequently the bandwidth efficiency with regards to classical single carrier transmission. This is done by having carriers very close to each other but still avoiding interference because of the orthogonal nature of the carriers. Therefore, OFDM presents a relatively high spectral efficiency. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IEEE 802.16ൻ്റെ പ്രോട്ടോകോൾ സ്റ്റാക്കാണ്. ഇവിടെ ആദ്യം കാണിച്ചേക്കുന്നത് ISO OSI റെഫറൻസ് മോഡലാണ്. അതിൽ 7 ലെയേഴ്സാണ് കാണിച്ചേക്കുന്നത്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഇതിനകത്ത് ഡാറ്റ ലിങ്ക് ലെയറിന് നമുക്ക് 2 സബ് ലെയേഴ്സാണുള്ളത്, മാക് സബ് ലെയറും ലോജിക്കൽ ലിങ്ക് കൺട്രോളും. ഈ മാക് സബ് ലെയറിനെ വീണ്ടും 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സർവീസ് സ്പെസിഫിക് കൺവേർജൻറ്റ് സബ് ലെയർ CS ആൻഡ് മാക് കോമൺ പാർട്ട് സബ് ലെയർ മാക് CPS ആൻഡ് സെക്യൂരിറ്റി സബ് ലെയർ. ഇനി ഓരോന്നിൻ്റെ ഫങ്ഷനാലിറ്റി നോക്കാം. മാക് CS മാക് കൺവേർജൻറ്റ് സബ് ലെയർ receives higher level data and provides mapping to MAC service data unit and interfacing with various protocols. അതായത് ഇത് MAC കൺവേർജൻറ്റ് സബ് ലെയർ ഹയർ ലെവലിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്തിട്ട് അതിനെ MAC സർവീസ് ഡാറ്റ യൂണിറ്റായി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നെക്സ്റ്റ് ലെയറിലോട്ട് കൊടുക്കുന്നു, MAC കോമൺ പാർട്ട് സബ് ലെയർ വിച്ച് ഈസ് കോർ പാർട്ട് ഓഫ് ദി MAC ലെയർ and provide and receives MAC convergent sublayer protocol datagram unit and provides mapping to MAC common part sublayer service data unit, and also defines medium access method and provide functions related to duplexing and channelization and also provide bandwidth allocation and connection control. അതായത് സർവീസ് സ്പെസിഫിക് കൺവേർജൻറ്റ് സബ് ലെയർ
അതിൻ്റെ ഹയർ ലെവലിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്തിട്ട് അതിന് മാക് സർവീസ് ഡാറ്റ യൂണിറ്റ് ആക്കും. എന്നിട്ട് നെക്സ്റ്റ് മാക് കോമൺ പാർട്ട് സബ് ലെയറിലോട്ട് കൊടുക്കും. ആ ലെയർ മുകളിൽ നിന്ന് കിട്ടിയ അപ്പർ ലെയറിൽ നിന്ന് കിട്ടിയ മാക് കോമൺ പാർട്ട് സബ് ലെയർ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റിനെ മാക് കോമൺ പാർട്ട് സബ് ലെയർ ഡാറ്റ സർവീസ് ഡാറ്റ യൂണിറ്റായി കൺവേർട്ട് ചെയ്യും. വേറെ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുന്നത് മീഡിയം ആക്സസ് മെത്തേഡ് ഡിഫൈൻ ചെയ്യാം, ഫങ്ഷണാലിറ്റീസ് റിലേറ്റഡ് ടു ഡ്യൂപ്ലെക്സിംഗ് ആൻഡ് ചാനലൈസേഷൻ ഡിഫൈൻ ചെയ്യുക, ആൻഡ് പ്രൊവൈഡ്സ് ബാൻഡ്വിഡ്ത്ത് അലോക്കേഷൻ ആൻഡ് കണക്ഷൻ കൺട്രോൾ. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് മാക് സെക്യൂരിറ്റി സബ് ലെയർ ആണ്. അതിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് ഇത് പ്രൊവൈഡ് ഒതൻറ്റിക്കേഷൻ, എൻക്രിപ്ഷൻ ആൻഡ് ഡാറ്റ ട്രാൻസ്ഫറിങ് ടു ഫിസിക്കൽ ലെയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈമാക്സിൻ്റെ ഫീച്ചേഴ്സാണ്. വൈമാക്സ് സപ്പോർട്ട് സെവറൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കേലബിൾ ബാൻഡ്വിഡ്ത്ത് ആൻഡ് ഡാറ്റ റേറ്റ് സപ്പോർട്ട്. വൈമാക്സ് ഹാസ് എ സ്കേലബിൾ ഫിസിക്കൽ ലെയർ ആർക്കിടെക്ചർ that allows for the data rate to scale easily with available channel bandwidth. This scaling may be done dynamically to support user roaming across different networks that may have different bandwidth allocation. Next എന്ന് പറയുന്നത് adaptive modulation and coding ആണ്. WiMAX supports a number of modulation and forward error correction coding scheme and allows the scheme to be changed as per user and frame based on channel condition. Adaptive modulation and coding is an effective mechanism to maximize throughput in a time varying channel. Next എന്ന് പറയുന്നത് high peak data rate. WiMAX is capable for supporting very high data rates. In fact, the peak physical data rate can be as high as 74 MB per second when operating using 20 MHz wide spectrum. More typically using 10 MHz spectrum operating using TDD scheme with a 3:1 downlink to uplink ratio. The peak physical data rate is about 25 MB per second and 6.7 MB per second for the downloading and uplink respectively. Next എന്ന് പറയുന്നത് Advanced antenna techniques. The WiMAX solution has a number of hooks built into the physical layer design, which allows for the use of multiple antenna techniques such as beamforming, space-time coding, and spatial multiplexing. Next എന്ന് പറയുന്നത് flexible dynamic resource allocation. Both uplink and downlink resource allocation are controlled by a scheduler in the base station. Capacity is shared among multiple users on a demand basis using burst TDMA scheme. ഇനിയുള്ളതാണ് WiMAX scheduling service. The IEEE 802.16 standard provides powerful tool in order to achieve different quality of service constraint. The 802.16 standard MAC layer provides quality of service differentiation for the different types of application that might operate over 802.16 networks. The classification into these scheduling service classes facilitates bandwidth sharing between different users. Every user has a quality of scheduling service class, also known as QoS class. According to this parameter, the base station scheduler allocates the necessary amount of bandwidth required for each application. The mechanism allows an efficient and adapted distribution of the existing resources. Therefore, a real-time application such as a video application will have the priority in bandwidth allocation in comparison with the file transfer protocol or email application.
This is not in the case with the presently used Wi-Fi system, where all services have exactly the same level of quality of service. ഇവിടെ നമുക്ക് 5 ഷെഡ്യൂളേഴ്സ് ആണുള്ളത്. ഓരോ ഷെഡ്യൂളറും കറസ്പോണ്ടിങ് സർവീസുമാണ് ഈ ടേബിളിൽ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെഫറൻസ് നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ്. ഇവിടെ നമുക്കൊരു മൊബൈൽ സ്റ്റേഷനുണ്ട്, ബേസ് സ്റ്റേഷനുണ്ട്, ദെൻ ആക്സസ് സർവീസ് നെറ്റ്വർക്ക് ഗേറ്റ്വേ ഉണ്ട്, ഒരു കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. ദ ആക്സസ് സർവീസ് നെറ്റ്വർക്ക് which comprise one or more base station and one or more ASN gateway that forms the radio access network at the edge. Connectivity service network which provides IP connectivity and all the IP core network functions. The CSN provides connectivity to the network, ASP, other public networks and corporate networks. The CSN is owned by the NSP and includes AAA servers that support authentication for the device, users and specific services. The CSN also provides per user policy management of quality of service and security. The CSN is also responsible for IP address management, support for roaming between different NSPs, location management between ASNs and mobility and roaming between ASNs.